നമസ്കാരം. GST പരിഷ്കരണം രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനാണ് GSTയിൽ പരിഷ്കരണം കൊണ്ടുവന്നതെന്നും ഇതോടെ നികുതിയിൽ വൻ ഇളവുകൾ വന്നെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് സർക്കാർ ജനങ്ങൾക്ക് മേൽ നിരവധി നികുതികൾ ചുമത്തി. എന്നാൽ NDA സർക്കാർ നിത്യോപയോഗ സാധനങ്ങൾക്ക് നികുതി കുറച്ചു. GST പരിഷ്കരണം സാധാരണക്കാർക്ക് ഗുണകരമാകും. ആരോഗ്യ ഇൻഷുറൻസ് നികുതി കുറച്ചു. GST പരിഷ്കരണത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിക്കും. രാജ്യത്ത് ഉപഭോഗവും വളർച്ചയും കൂടും. വികസിത ഭാരതത്തിനായി കോർപ്പറേറ്റീവ് ഫെഡറലിസം കൂടുതൽ ശക്തി പ്രാപിക്കും. GST മാത്രമല്ല, NDA സർക്കാർ ആദായ നികുതി കുറച്ചുവെന്നും മോദി പറഞ്ഞു. GSTയിൽ പ്രതിപക്ഷത്തിനെതിരെയും പ്രധാനമന്ത്രി വിമർശനമുയർത്തി. കുഞ്ഞുങ്ങളുടെ മിഠായിക്ക് പോലും കോൺഗ്രസ് നികുതി ഈടാക്കി. UPA സർക്കാർ സ്വീകരിച്ചത് മധ്യവർഗ വിരുദ്ധ മനോഭാവമാണ്. GST പരിഷ്കരണം സാധാരണക്കാർക്ക് ഗുണകരമാകും. NDA സർക്കാർ നിത്യോപയോഗ സാധനങ്ങൾക്ക് നികുതി കുറച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം പരിഷ്കരണങ്ങൾ രാജ്യത്തെ സ്വയം പ്രാപ്തിയിലേക്ക് നയിക്കും. മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ രാജ്യം വലിയ വേഗതയിൽ പുരോഗതി നേടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദീപാവലി സമ്മാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച GST പരിഷ്കരണത്തിന് GST കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. 2017 നിലവിൽ വന്ന ശേഷം ആദ്യമായിട്ടാണ് GSTയിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരുന്നത്. രാജ്യത്തെ GSTയിൽ സമഗ്രമായ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായതോടെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം നികുതിയിൽ വലിയ ഇളവാണ് GST കൗൺസിൽ യോഗത്തിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. പാലിനും ജീവൻ രക്ഷാ മരുന്നുകൾക്കുമടക്കം വലിയ നികുതി ഇളവ് ലഭിക്കും. എന്നാൽ സിഗരറ്റിനും പാൻ മസാല ഉൽപ്പന്നങ്ങൾക്കും ആഡംബര സാധനങ്ങൾക്കും വില കൂടുകയും ചെയ്യും. വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെ GSTയിൽ നിന്ന് ഒഴിവാക്കി. മോട്ടോർ സൈക്കിളിനും ചെറിയ കാറിനും വില കുറയും. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതിയില്ല. സിമെന്റ്, മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവയുടെ വിലയും കുറയും. സെപ്റ്റംബർ 22 മുതൽ പുതിയ നികുതി ഘടന നിലവിൽ വരും. സാധാരണ വീട്ടുപകരണങ്ങൾക്കെല്ലാം വലിയ വില വ്യത്യാസമാകും പുതിയ GST ഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടാവുക. ഹെയർ ഓയിൽ, ടോയ്ലറ്റ് സോപ്പുകൾ, ഷാമ്പുകൾ, ടൂത്ത് ബ്രഷുകൾ, ടേബിൾ വെയർ, അടുക്കള ഉപകരണങ്ങൾ എന്നിവയുടെ GST 18% നിന്ന് 5% കുറയും. UHT പാൽ, പനീർ, ഇന്ത്യൻ ബ്രെഡുകൾ എന്നിവയെ GSTയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി. അവയുടെ നിരക്കുകൾ 5% നിന്ന് 0% കുറച്ചു. നംകീൻ, ഭുജിയ, സോസുകൾ, പാസ്ത, കോൺഫ്ലെക്സ്, നെയ്യ് തുടങ്ങിയ പാക്കേജ് ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പുതിയ GSTയിൽ 5% സ്ലാബിന് കീഴിൽ വരും. ആരോഗ്യ സംരക്ഷണ ചെലവുകൾക്കുള്ള ഒരു പ്രധാന ആശ്വാസമായി 33 ജീവൻ രക്ഷാ മരുന്നുകൾക്കും നികുതി ഒഴിവാക്കി. കണ്ണടകളുടെ വിലയും കുത്തനെ കുറയും. 28% നിന്ന് 5%. ഓട്ടോമൊബൈലുകളും കൺസ്യൂമർ ഡ്യൂറബിൾസും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു. എയർ കണ്ടീഷണറുകൾ, ഡിഷ് വാഷിംഗ് മെഷീനുകൾ, 32 ഇഞ്ചിൽ കൂടുതലുള്ള TVകൾ എന്നിവയുടെ വില 28% നിന്ന് 18% കുറയും. വലിപ്പം പരിഗണിക്കാതെ എല്ലാ TVകൾക്കും ഇപ്പോൾ 18% GST ബാധകമാണ്. 350cc താഴെയുള്ള ചെറുകാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും 28% നിന്ന് 18%. 1200cc താഴെയുള്ള പെട്രോൾ കാറുകൾക്കും 1500cc താഴെയുള്ള ഡീസൽ കാറുകൾക്കും ഇനി 18% GST ഈടാക്കും. ബസ്സുകൾ, ട്രക്കുകൾ, ആംബുലൻസുകൾ തുടങ്ങിയ വലിയ യാത്രാ വാഹനങ്ങളും 18% താഴെയാണ്. കൂടാതെ എല്ലാ ഓട്ടോ ഭാഗങ്ങളും ഒരേ നിരക്കിൽ ഏകീകരിക്കപ്പെടുന്നു. മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവയുടെ വിലയും കുറയും. അതേസമയം ചില ഉൽപ്പന്നങ്ങൾക്ക് 40% GST ചുമത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പാൻ മസാല, സിഗരറ്റ്, ഗുഡ്ക, ചവയ്ക്കുന്ന പുകയില പോലുള്ള മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ, സർദ് പോലുള്ള ഉൽപ്പന്നങ്ങൾ, ബീഡി എന്നിവയാണ് ഈ നിരക്കിന്റെ പരിധിയിൽ വരുന്നത്. പഞ്ചസാര, മധുരപലഹാരങ്ങൾ, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, പഴച്ചാറുകൾ അടങ്ങിയ കാർബണേറ്റഡ് പാനീയങ്ങൾ, മദ്യമില്ലാത്ത പാനീയങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ സാധനങ്ങളും 40% GSTയുടെ പരിധിയിൽ വരും. സെപ്റ്റംബർ 22 മുതൽ GST സ്ലാബ് ഘടന മാറും. 5%-ന്റെയും 18%-ന്റെയും 2 സ്ലാബുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. 12% GST ഉള്ള 99% ഉൽപ്പന്നങ്ങളുടെയും നികുതി 5% കുറയും. 28% നികുതിയുള്ള 90% ഉൽപ്പന്നങ്ങളുടെ നികുതി 18% ആകും. ആഡംബര ഉൽപ്പന്നങ്ങൾ, ലഹരി വസ്തുക്കൾ, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 40% GST ഏർപ്പെടുത്തും. പുതുക്കിയ GST ഘടനയിൽ മിക്ക ദൈനംദിന ഭക്ഷണങ്ങളും പലചരക്ക് വസ്തുക്കളും 5% GST സ്ലാബിൽ ഉൾപ്പെടും. ഇതോടെ ഇന്ത്യക്കാർ ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ച ബജറ്റ് കുറയും. മാത്രമല്ല, പുറത്തുപോയി കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കും വില കുറയും.